നിങ്ങളുടെ കുട്ടിക്ക് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന അസുഖം ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ ഈ പറയുന്ന സിംറ്റംസ് കുട്ടികളിൽ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് അഡിനോയിഡ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ മൂക്കിന് പിന്നിൽ കാണുന്ന ഒരു ലിംഫ് ടിഷ്യൂ ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കോൾഡോ ഇൻഫെക്ഷൻസോ വരുന്ന സമയത്ത് ഇത് വലുതാകാം. അങ്ങനെ കുഞ്ഞുങ്ങളിൽ മൂക്കടപ്പ് സ്ഥിരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുട്ടി വായ തുറന്നാണോ ഉറങ്ങുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. സ്ഥിരമായി മൂക്കടപ്പുണ്ടെങ്കിൽ ഇങ്ങനെ വായ തുറന്ന് ഉറങ്ങുന്നത്, അതായത് മൗത്ത് ബ്രീത്തിങ് ഒരു ഹാബിറ്റായിട്ട് കുട്ടികളിൽ കാണും. അതുപോലെ തന്നെ ഒപ്പം തന്നെയാണ് ഈ കൂർക്കം വലി അല്ലെങ്കിൽ സ്നോറിംഗ് എന്ന് പറയുന്നത്. അത് ചെറുതായിട്ടാണെങ്കിലും സ്ഥിരമായിട്ട് കുട്ടിയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിംറ്റം അവഗണിക്കരുത്. ഉറക്കത്തിനിടെ കുട്ടി ശ്വാസം കിട്ടാതെ പിടഞ്ഞ് എഴുന്നേൽക്കും. ഒരു 2-3 സെക്കൻഡൊക്കെ അത് നീണ്ടു നിൽക്കും. പിന്നെ കുട്ടി വീണ്ടും ശ്വസിക്കാൻ തുടങ്ങും. അത് മൂക്കടപ്പ് കൂടുന്ന ഒരു കേസിൽ വരുന്നതാണ്. ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇത് പ്രത്യേകം കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് കോൾഡ് വരുന്നത്, അതുപോലെ തന്നെ മൂക്കടപ്പ് മാറുന്നില്ല, മൂക്കിൽ നിന്ന് വരുന്നത് നല്ല കട്ടിക്കായിട്ടുള്ള ഡിസ്ചാർജാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാവിലെ കുട്ടി എഴുന്നേൽക്കുമ്പോൾ കുട്ടിയുടെ വായ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് കുട്ടി രാത്രി മൗത്ത് ബ്രീത്തിങ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഇയർ ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ചെവി എപ്പോഴും അടഞ്ഞിരിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ കുട്ടി പറയും. കുട്ടി പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അഡിനോയിഡ് എൻലാർജ്മെൻറ്റിൻ്റെ ഒരു സിംറ്റംസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇയറിൻ്റെ ട്യൂബൊക്കെ ബ്ലോക്ക് ആവാനും സാധ്യതയുണ്ട്. ഈ അഡിനോയിഡിൻ്റെ പ്രശ്നം കാരണം കുട്ടിക്ക് രാത്രി പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആകുമ്പോൾ കുട്ടി ഡേ ടൈമിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ടയേർഡായിട്ട് കാണിക്കും. ചില സമയത്ത് കുട്ടി കോൺസെൻട്രേഷൻ ഒന്നും ക്ലാസ്സിൽ ഉണ്ടാവില്ല, പഠിക്കാനിരിക്കുമ്പോൾ കിട്ടുന്നില്ല. ഈ കാര്യങ്ങൾ കൂട്ടത്തിൽ ഉണ്ടാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടിയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മിക്കവാറും അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങളത് സ്വന്തം ഡയഗ്നോസ് ചെയ്യാതെ ഒന്ന് വേറൊരു ഡോക്ടറെ കാണിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അലർജിക്കും സൈനസൈറ്റിസിനും ഒക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് കാണിക്കാറുണ്ട്. അഡിനോയിഡ് ഹൈപ്പർട്രോഫീനെ പറ്റി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴത്ത് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് ആൻസർ ചെയ്യാം. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.